വിളക്കുടി സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കുഴൽക്കിണർ നിർമ്മിച്ചു നൽകാൻ 5 ലക്ഷം രൂപ പഞ്ചായത്തിന് അനുവദിക്കുമെന്ന് ജില്ലാ കളക്ടർ പി.ജി. തോമസ് IAS പ്രഖ്യാപിച്ചു. ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് രണ്ടിലും വിശ്വസിക്കുന്നവരാണ് മിക്കവാറും എല്ലാവരും തന്നെ. നമ്മൾ ചുരുക്കം ചില എല്ലാവരും. അപ്പോൾ അതിനൊക്കെ എല്ലാ മതവും ഒരുപോലെ വിശ്വസിക്കുന്നവരാണ്. അതിൽ രണ്ടാമത്തെ ജീവിതത്തിൽ മരണാനന്തരമുള്ള ജീവിതത്തിൽ നമുക്ക് നല്ല ജീവിതം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൽ പുണ്യപ്രവൃത്തി ചെയ്യുന്നത്. അതെന്താണെന്ന് ബൈബിളിലൊക്കെ പ്രത്യേകം പറയുന്നത്. ബൈബിളിൽ നിരവധി ഒക്കേഷൻസ് അതിനെക്കുറിച്ച് പറയുന്നു. സ്നേഹതീരം കളക്ടർക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് ആരംഭന LPS ഹെഡ് മിസ്ട്രസ് സുഷ ടീച്ചർ ഉന്നയിച്ചപ്പോഴാണ് കളക്ടർ സഹായം പ്രഖ്യാപിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ സ്നേഹതീരത്തിലെത്തിയ കളക്ടറെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്നേഹതീരം സ്വീകരിച്ചത്. തുടർന്ന് വിളക്കുടി മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുമായി കളക്ടർ സംവദിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് K. വിജയകുമാർ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. പാൻ മസാലയുടെ നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇവ സ്കൂളുകൾക്ക് സമീപം വ്യാപകമായി വിറ്റഴിക്കുന്നതായി 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ജ്യോത്സ്ന കളക്ടറെ സൂചിപ്പിച്ചപ്പോൾ എത്രയും വേഗം ഇവിടങ്ങളിൽ പരിശോധന നടത്താമെന്നും പുകയില വിരുദ്ധ ജില്ലയായി കൊല്ലം ജില്ലയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും കളക്ടർ പറഞ്ഞു. സ്കൂളിലേക്ക് എത്തുന്ന അരിച്ചാക്കിൽ എലിയെ കണ്ടെത്തിയതിനെക്കുറിച്ചാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫൗസിയ കളക്ടറോട് ചോദിച്ചത്. സ്കൂളിലേക്ക് കൊടുത്തുവിട്ട ചാക്കിൽ അല്ല എലിയെ കണ്ടതെന്നും മാധ്യമങ്ങൾ അത്തരത്തിൽ എഴുതിയതാണെന്നുമായിരുന്നു കളക്ടറുടെ മറുപടി. എന്നാൽ 9ാം ക്ലാസ്സുകാരൻ അഖിൽ ചോദിച്ചതാകട്ടെ വിദ്യാർത്ഥികൾക്ക് കൺസെഷനുമായി ബന്ധപ്പെട്ട് ബസ് ഓണേഴ്സ് നിബന്ധനകൾ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നിബന്ധനകൾ ഉണ്ടാക്കിയാൽ ഇടപെടുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. സ്നേഹതീരത്തിന്റെ ഉപഹാരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ കളക്ടർക്ക് സമ്മാനിച്ചു. വാർഡ് മെമ്പർ ഷാഹിദ ബീവി, S. സജീദ്, A. വാഹിദ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ലൈവ് വാർത്ത, പുനലൂർ.